ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഫോർമുലയും ഒരു പ്രോബ്ലമാണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ലാസ്റ്റ് വീഡിയോസിൽ എന്താണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഫോർമുല നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർമുല എന്ന് പറയുന്നത് KP ഈക്വൽസ് DP പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ദ ഹോൾ ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. ഇതാണ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഓക്കെ, ദിസ് ഫോർമുല ഇസ് സംവാട്ട് സിമിലർ ടു ദി കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ്. റെഡീമബിൾ ഡെറ്റിൻ്റെ പോലെ തന്നെ ഏകദേശം സാമ്യമുള്ളൊരു ഫോർമുലയാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പിന്നീട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടാത്ത ഒരു കാര്യമുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റിൽ നമ്മൾ ടാക്സിനെ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, കാരണം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം ആയിരുന്നു. പക്ഷേ ഇവിടെ ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻ്റ് എന്ന് പറയുന്നൊരു ടാക്സ് ഡിഡക്റ്റബിൾ ഐറ്റം അല്ലാത്തത് കൊണ്ട് ടാക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോ വേരിയബിളും എന്താണെന്ന് നോക്കാം. KP അറിയാമല്ലോ. KP എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നിന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി അടുത്തത് DP ആസ് യൂഷ്വൽ ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻറ്റ്. ഇനി അടുത്തത് RV എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഇത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. വി ഹാവ് ടു റീപേ ഇറ്റ് ആഫ്റ്റർ ദി മെച്യൂരിറ്റി പീരീഡ്, അല്ലെങ്കിൽ ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് നമ്മളിത് റെഡീം ചെയ്യണം, റീപേ ചെയ്യണം. റീപേ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഏത് വേരിയബിൾ വരുന്നത്? RV, ദാറ്റ് ഈസ് റെഡീമബിൾ വാല്യൂ. അപ്പോൾ റെഡീമബിൾ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, RV മീൻസ് റെഡീമബിൾ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് പ്രീമിയമോ ഡിസ്കൗണ്ട്. പ്രീമിയമോ ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ശേഷമേ ഉള്ള ഫിഗറാണ് RV എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിയവും ഡിസ്കൗണ്ടോ ഒന്നും ഇല്ലെങ്കിൽ RV വിൽ ബി ദ പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ഇത് പാർ വാല്യൂ തന്നെയായിരിക്കും RV. പിന്നീട് ഏത് വേരിയബിളാണ്? NP ആസ് യൂഷ്വൽ നെറ്റ് പ്രൊസീഡ്സ് ഫ്രം ദി ഇഷ്യൂ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ്. പ്രീമിയം ഉണ്ടെങ്കിൽ പ്രീമിയത്തിന് അഡ്ജസ്റ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുക, കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ ഉണ്ടെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യം എപ്പോഴും എന്താണ്? പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കോസ്റ്റ് ഓഫ് ഇഷ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, അതായത് കോസ്റ്റ് ഓഫ് ഫ്ലോട്ടേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ NPയും കഴിഞ്ഞു. ഇനി N മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതെന്നാണ് റീപേ ചെയ്യേണ്ട, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് റീപേ ചെയ്യേണ്ട, ആ ഇയറിനെയാണ് N എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ ഫോർമുല. ഓക്കെ, ഇനി ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ കമ്പനി ഇഷ്യൂഡ് 10,000 12% preference shares of ₹100 each at a premium of 6%. Okay, then flotation cost being 2.5%. Then the shares are to be redeemed after 5 years at a premium of 5%. And you're asked to compute the cost of preference share capital. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയത്? ഈ കമ്പനി ഫണ്ട് ആവശ്യമായി വന്നപ്പോൾ ദേ ഹാവ് ഇഷ്യൂഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച്. 10,000 ഷെയർസാണ്, സോറി നോട്ട് ഇക്വിറ്റി ഷെയർസ്, 10,000 പ്രിഫറൻസ് ഷെയർസാണ് ഇഷ്യൂ ചെയ്തത് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച്, 100 രൂപ വെച്ച്. അപ്പോൾ 100 രൂപയാണ് ഇവിടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ആയിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ട്? പ്രിൻസിപ്പൽ എമൗണ്ട് വിൽ ബി 10,000 ടൈംസ് 100. അത് 10 lakh rupees പ്രിൻസിപ്പൽ എമൗണ്ട്, അല്ലെങ്കിൽ പാർ വാല്യൂഡ് എമൗണ്ട് അതാണ്. ഓക്കെ, പിന്നീട് വാട്ട് അബൌട്ട് ദിസ് 12% റെപ്രസെൻറ്റ്സ് ആനുവൽ ഡിവിഡൻറ്റ്. പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് ഡിവിഡൻ്റാണ്, ആനുവൽ ഡിവിഡൻ്റാണ് ഈ 12%. പിന്നീട് എന്ത് പറയുന്നു? ഇവർ ഇഷ്യൂ ചെയ്തത് എന്തിനാണ് ഇഷ്യൂ ചെയ്തത്? പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്. 6% പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തത്. അതായത് നെറ്റ് പ്രൊസീഡ്സിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം ഈ 6% പ്രീമിയം. ഇത് കൂടാതെ എന്തുകൊണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റും ഉണ്ട്. അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോട്ടേഷൻ കോസ്റ്റ്. എക്സാമ്പിൾ ബ്രോക്കറേജ്, കമ്മീഷൻ, ലീഗൽ ഫീ, ഇതിനൊക്കെയാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് എത്ര ശതമാനം ഇൻകർ ചെയ്യുന്ന പറയുന്നത്? 2.5%. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു അഡ്ജസ്റ്റ് വിത്ത് നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, പിന്നീട് പറയുന്നത് ഇത് റെഡീം ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് നമ്മൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് RV വരുന്ന ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നീട് റെഡീം ചെയ്യുമ്പോഴും അവരെങ്ങനെ ഒരു പോയിൻറ്റും കൂടെ പറയുന്നുണ്ട്, 5 വർഷങ്ങൾക്ക് ശേഷമാണ് റെഡീം ചെയ്യുന്നത്. അതും റെഡീം ചെയ്യുന്നതും പ്രീമിയത്തിനാണ്. എത്ര ശതമാനം പ്രീമിയത്തിന്? 5% പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻഫർമേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ഡൗൺ ദ ഫോർമുല. അപ്പോൾ ഫോർമുല എഴുതുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ വേരിയബിൾസിൻ്റെ വാല്യൂസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഫോർമുല എന്ന് പറയുന്നത് DP പ്ലസ് RV മൈനസ് NP
divided by n the whole divided by RV plus NP divided by 2. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് ഓരോ വാല്യൂസും കണ്ടുപിടിക്കാം. ആദ്യം എൻ പി കണ്ടുപിടിക്കാം. എൻ പി എന്ന് പറയുന്നത് ആദ്യം പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് വേണ്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ എത്ര രൂപയാണ് നമ്മൾ റേസ് ചെയ്യുന്നത്? 10,000 ഷെയർസ് അല്ലേ ഇഷ്യൂ ചെയ്യുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് ₹10, ദാറ്റ് ഇസ് 10 lakh. ഇതാണ് എൻ പി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം പ്രീമിയത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക. പ്രീമിയം എത്ര ശതമാനം എന്നാണ് പറയുന്നത്? 6% പ്രീമിയമാണ്. ഇഷ്യൂ സമയത്ത് 6% പ്രീമിയവും റെഡീം ചെയ്യുമ്പോഴാണ് 5% പ്രീമിയം. ഇത് തെറ്റിപ്പോവരുതേ. ഇപ്പോൾ 10 lakh ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതിൻ്റെ കൂടെ 6% പ്രീമിയവും കൂടെ ആഡ് ചെയ്തു. പിന്നെ മറക്കാതെ എന്ത് ഡിഡക്റ്റ് ചെയ്യണം? 2.5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യാൻ വേണം. അപ്പോഴേ നമുക്ക് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സിൻ്റെ ഫൈനൽ വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാം. പ്രീമിയം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? 10 lakh പ്ലസ് 6% പ്രീമിയം. അത് 10 lakhൻ്റെ 6%. അപ്പോൾ എന്ത് വരും? 10 lakh പ്ലസ് 60,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 10,60,000 rupees. അത് പ്രീമിയം കൂടെ ചേർത്തപ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? 10,60,000. പക്ഷേ അതിൽ നമ്മൾ എന്ത് ഇൻകർ ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യണം. അത് ഈ പ്രീമിയം കൂടെ ചേർത്തുള്ള ഫിഗറിനാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടത്. ഇത് 10,60,000 രൂപ റേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 10,60,000 നിന്നും എന്തിനെ കുറയ്ക്കണം? ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഏത് വാല്യൂവിനൊക്കെ? 10 lakhനല്ല, പ്രിൻസിപ്പൽ എമൗണ്ടിനല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറിനാണ് എപ്പോഴും ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ടിനായിരുന്നെങ്കിൽ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫിഗറിനായിരിക്കണം ഫ്ലോട്ടേഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ എന്ന് പറയുന്നത് 10,60,000. അതിൻ്റെ 2.5% നമുക്ക് 26,500 കിട്ടും. അങ്ങനെ കമ്പനിയുടെ കയ്യിൽ എത്ര രൂപയെ എത്തിച്ചേരുന്നുള്ളൂ? 10,60,000 ആയിരുന്നു യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. അതിൽ കുറച്ച് രൂപ ഫ്ലോട്ടേഷൻ കോസ്റ്റായിട്ട് ചിലവായി പോകുന്നു. അങ്ങനെ നെറ്റ് പ്രൊസീഡ്സ് ഫൈനൽ എമൗണ്ട് റിയലൈസ്ഡ് ബൈ ദി കമ്പനി ഈസ് 10,33,500. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിൽ എത്തിച്ചേരുന്ന ഫണ്ട് എത്രയേ ഉള്ളൂ? 10,33,500 rupees. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ പി കിട്ടി. ഇനി അടുത്ത ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ആനുവൽ ഡിവിഡൻഡ് എപ്പോഴും ഏതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ? പ്രിൻസിപ്പൽ എമൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 10,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100. അതായത് 10 lakh ആണ് പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ടിനെ നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഡി പി വിൽ ബി 10 lakh ഇൻറ്റു 12%. 12% അല്ലേ ഡിവിഡൻഡ്? ഇവിടെ 12% പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നുണ്ടോ? അപ്പോൾ 12% ആണ് ഡിവിഡൻഡ്. Dividend should be calculated for the principal amount. 10 lakh into 12%, that's equal to 1,20,000 rupees. അപ്പോൾ ഡി പിയും കിട്ടി. ഇനി അടുത്ത ഏത് വേരിയബിൾ ആണ്? ആർ വി മീൻസ് റെഡീമബിൾ വാല്യൂ. എങ്ങനെയാണ് റെഡീം ചെയ്യുന്നതെന്ന് പറയുന്നത്? 5 വർഷങ്ങൾക്ക് ശേഷം 5% പ്രീമിയത്തിനാണ് റെഡീം ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ 5 years at a premium of 5%. Redeemed after 5 years at a premium of 5%. ഓക്കെ, അപ്പോൾ 5% പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യണം. പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ പ്രീമിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ആർ വി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ പ്രീമിയം കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. 10 lakh പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് 5% പ്രീമിയം. അത് 10 lakhൻ്റെ 5%. So 10 lakh plus 5% premium is 50,000. So total amount to be repaid will be 10,50,000 rupees. നമ്മൾ റീപേ ചെയ്യേണ്ട എത്ര രൂപയാണ്? 10,50,000 rupees ആണ് റീപേ ചെയ്യേണ്ടത്. അതാണ് റെഡീമബിൾ വാല്യൂ. ഓക്കെ, അപ്പോൾ ആർ വിയും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? എൻ ഇസ് നമ്പർ ഓഫ് ഇയേഴ്സ്, ദാറ്റ് ഇസ് 5. ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും വാല്യൂസ് കിട്ടി. നമുക്ക് ആ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യാതെ ഫസ്റ്റ് ഓഫ് ഓൾ ഡി പി മീൻസ് ഡിവിഡൻഡ് പെയ്ഡ്, ദാറ്റ് ഇസ് 1,20,000 പ്ലസ് എന്താ ചെയ്യേണ്ടത്? ആർ വി മൈനസ് എൻ പി. ആർ വി എന്ന് പറയുന്നത് 10,50,000 മൈനസ് എൻ പി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10,33,500 ഡിവൈഡഡ് ബൈ എൻ. എൻ മീൻസ് നമ്പർ ഓഫ് ഇയേഴ്സ്, ദാറ്റ് ഇസ് 5. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂമറേറ്റർ പാർട്ട്. ദെൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പാർട്ട്. ഡിനോമിനേറ്ററിൽ എന്താണ് വരുന്നത്? ആർ വി പ്ലസ് എൻ പി ഡിവൈഡഡ് ബൈ 2. ആർ വി എന്ന് പറയുന്നത് 10,50,000 പ്ലസ് എൻ പി എന്ന് പറയുന്നത് 10,33,500 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ സോൾവ് ചെയ്യുമ്പം ഡെസിമലിൽ കിട്ടും. ഡെസിമലിനെ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലോട്ടാക്കാൻ നേരം ഫൈനൽ
ഫിഗർ ഇസ് 11.83%. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസിൽ നമ്മൾ ഇൻകർ ചെയ്യുന്ന നെറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 11.83%. ഓക്കെ, യഥാർത്ഥത്തിൽ ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്? നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത് 12% ആണ്. പക്ഷേ നമുക്ക് 12% ഒന്നും ഇൻകർ ചെയ്യുന്നില്ല. ഈവൻ ദോ വി ആർ പേയിങ് 12% ടു ദം ഫ്രം ആ പോക്കറ്റ്, വി ആർ ഇൻകറിങ് ഓൺലി നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപയെ പോകുന്നുള്ളൂ? 11.83% നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. കാരണം ഇത് പിന്നെ റീപേ ചെയ്യുന്നതൊക്കെ വേറെ വാല്യൂണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സേവിങ്സ് നമ്മളവിടുന്ന് ആ സേവിങ്സ് നമുക്ക് അവിടുന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ എത്ര രൂപയെ നെറ്റ് ഇഫക്റ്റ് പോകുന്നുള്ളൂ കോസ്റ്റായിട്ട്? 11.83%. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു? കോസ്റ്റ് ഓഫ് ഡെറ്റും കഴിഞ്ഞു. അതായത് റെഡീമബിൾ ഡെറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഈ റെഡീമബിൾ ഡെറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. പിന്നീട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതിൽ കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറും പഠിച്ചു, കോസ്റ്റ് ഓഫ് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും പഠിച്ചു. നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക പ്രോബ്ലംസൊക്കെ. ഓക്കെ.